ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നൊരു എക്സാമ്പിൾ കാണുകയാണ്. ഫസ്റ്റ് എക്സാമ്പിൾ, ഡിറ്റർമിൻ വെദർ ദ പോളിനോമിയൽസ് P1 1 minus x, P2 5 plus 3x minus 2x square and P3 1 plus 3x minus x square are linearly independent in P2. മൂന്ന് പോളിനോമിയൽസ് P1, P2, P3 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് നമ്മുടെ പ്രോബ്ലം. For that, we consider a vector equation a1 p1 plus a2 p2 plus a3 p3 equal to 0. നമ്മുടെ വെക്ടർ ഇക്വേഷൻ a1 p1 പ്ലസ് a2 p2 പ്ലസ് a3 p3 ഈക്വൽ ടു 0യിൽ p1 p2 p3 എന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് a1 ഇൻറ്റു 1 മൈനസ് എക്സ് പ്ലസ് a2 ഇൻറ്റു 5 പ്ലസ് 3x മൈനസ് 2x സ്ക്വയർ പ്ലസ് a3 ഇൻറ്റു 1 പ്ലസ് 3x മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. ദറ്റ് ഈസ് a1 plus 5a2 plus a3, which are the constant terms, minus a1 plus 3a2 plus 3a3 into x, they are the coefficients of x, plus minus 2a2 minus a3 x square, they are the coefficients of x square, equal to 0 എന്ന് കിട്ടും. So equal to 0 ആയതുകൊണ്ട് we can equate the coefficients on both sides, which means the constant term total 0 ആയിരിക്കും, xൻ്റെ coefficients 0 ആയിരിക്കും, x സ്ക്വയറിൻ്റെ coefficient 0 ആയിരിക്കും, which means നമുക്ക് കിട്ടുന്നത് മൂന്ന് ഇക്വേഷൻസ് ആണ്. a1 പ്ലസ് 5a2 പ്ലസ് a3 ഈക്വൽ ടു 0, മൈനസ് a1 പ്ലസ് 3a2 പ്ലസ് 3a3 ഈക്വൽ ടു 0, മൈനസ് 2a2 മൈനസ് a3 ഈക്വൽ ടു 0. ഇപ്പോൾ നമുക്ക് കിട്ടിയത് a1, a2, a3 എന്ന മൂന്ന് വേരിയബിൾസിലെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്. വി ഹാവ് 3 ഇക്വേഷൻസ് ആൻഡ് 3 വേരിയബിൾസ്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി ഇവരെ കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതി നോക്കാം. വി ഹാവ് a ഈക്വൽ ടു 1 5 1 മൈനസ് 1 3 3 0 മൈനസ് 2 മൈനസ് 1. സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ എടുക്കുകയാണെങ്കിൽ വി ഗെറ്റ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു 1 ഇൻറ്റു മൈനസ് 3 പ്ലസ് 6 മൈനസ് 5 ഇൻറ്റു 1 മൈനസ് 0 പ്ലസ് 1 ഇൻറ്റു 2 മൈനസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 3 മൈനസ് 5 പ്ലസ് 2 ഈക്വൽ ടു 0. അതായത് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ കോഎഫിഷ്യന്റ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആണ്. അതിനർത്ഥം എന്താണ്? ഈ സിസ്റ്റത്തിന് ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവില്ല. ഇറ്റ് ഹാവ് നോ ട്രിവിയൽ സൊല്യൂഷൻ, ഇറ്റ് ഹാവ് നോ യുണീക്ക് സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ a1 a2 a3 ഈ മൂന്ന് വാല്യൂസിനും യുണീക്ക് സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തായാലും ഒരേ സമയം 0 വാല്യൂവും ആവാൻ പറ്റില്ല. ദസ് ദ ഗിവൺ പോളിനോമിയൽസ് ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് a1 p1 പ്ലസ് a2 p2 പ്ലസ് a3 p3 എന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിൽ a1ഉം a2ഉം a3യും വിൽ നോട്ട് ബി യൂണിക്ലി 0. സോ ദിസ് polynomials p1, p2 and p3 are linearly dependent. Next, moving to theorem 4.3.2. Theorem മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് എ, എ ഫൈനൈറ്റ് സെറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് 0 ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ബി, എ സെറ്റ് വിത്ത് എക്സാക്ട്ലി വൺ വെക്ടർ ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദാറ്റ് വെക്ടർ ഈസ് നോട്ട് 0. Third statement, a set with exactly two vectors is linearly independent if and only if neither vector is a scalar multiple of other. മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഫൈനൈറ്റ് സെറ്റിനകത്ത് 0 ഉണ്ട് എങ്കിൽ ദാറ്റ് വിൽ നോട്ട് ബി എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. ഒരു ഫൈനൈറ്റ് സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് 0 ഈസ് ഓൾവേസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എ സെറ്റ് ഹാസ് ഓൺലി വൺ വെക്ടർ, ഒരു സെറ്റിനകത്ത് എക്സാക്ട്ലി വൺ വെക്ടറേ ഉള്ളൂ എങ്കിൽ ഫോർ ദാറ്റ് സെറ്റ് ടു ബി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ ആ എലമെൻറ്റ് നോൺ 0 ആയിരിക്കണം. ദ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സെറ്റ് വിത്ത് എക്സാക്ട്ലി ടു വെക്ടേഴ്സ്, രണ്ട് വെക്ടേഴ്സ് മാത്രമുള്ള ഒരു സെറ്റ് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ ആ സെറ്റിനകത്തെ രണ്ട് എലമെൻറ്റ്സും പരസ്പരം സ്കെലർ മൾട്ടിപ്പിൾസ് ആവരുത്, ഒന്നിൻ്റെ സ്കെലർ മൾട്ടിപ്പിൾ ആവരുത് മറ്റേ വെക്ടർ. നമുക്ക് പ്രൂഫ് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഒരു സെറ്റ് ഫൈനൈറ്റ് സെറ്റ് അതിനകത്ത് 0 എന്ന എലമെൻറ്റ് ഉണ്ടെങ്കിൽ എന്ന കേസാണ്. സോ വി കൺസിഡർ സെറ്റ് എസ് v1 v2 എക്സെട്ര vr ആൻഡ് 0. അപ്പോൾ r വെക്ടേഴ്സും ഒരു 0 എലമെൻറ്റും 0 വെക്ടറും ഉണ്ട്. സോ വി ഹാവ് r പ്ലസ് 1 എലമെൻറ്റ്സ്. യൂസിങ് ദ എലമെൻറ്റ്സ് ഓഫ് എസ് വി ക്യാൻ റൈറ്റ്, നമുക്ക് ഈ എലമെൻറ്റ്സിനെ എങ്ങനെ എഴുതാം? 0 v1 പ്ലസ് 0 v2 പ്ലസ് എക്സെട്ര 0 vr പ്ലസ് 1 ഇൻറ്റു 0 എന്ന് എഴുതാം. അതായത് v1 v2 എക്സെട്ര vr എന്ന വെക്ടറുകളുടെ കോഎഫിഷ്യൻറ്റ് 0യും 0 എന്ന വെക്ടറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1ഉം ആക്കി എഴുതി കഴിഞ്ഞാൽ വി ഗെറ്റ് ദ സം
as 0. അപ്പോൾ ഈ സെറ്റിലെ എലമെൻസിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ആ കോമ്പിനേഷൻ്റെ സം 0 കിട്ടി. പക്ഷേ നമുക്ക് മനസ്സിലായി ഇവിടെ എല്ലാവരുടെയും കോഎഫിഷ്യൻസ് 0 അല്ല. അതല്ലെങ്കിൽ നമുക്ക് ഈ സെറ്റിനകത്തെ ഒരു എലമെൻറ്റ് 0യെ ഈ സെറ്റിലെ മറ്റ് എലമെൻസുകളുടെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ കഴിഞ്ഞു. ഈ രണ്ട് കേസ് നോക്കിയാലും നമ്മുടെ ലീനിയർ ഇൻഡിപെൻഡൻസിൻ്റെ കേസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ലീനിയർ ഇൻഡിപെൻഡൻസ് നമ്മൾ എന്താ പറഞ്ഞത്? k1 v1 പ്ലസ് k2 v2 പ്ലസ് എക്സെട്ര kn vn ഈക്വൽ ടു 0 ആവണമെങ്കിൽ k1 k2 എന്ന കോഎഫിഷ്യൻസ് എല്ലാം 0 ആവണം. ഇവിടെ അങ്ങനെയല്ല. അതല്ലെങ്കിൽ ആ സെറ്റിനകത്ത് ഒരു എലമെൻറ്റിനെ മറ്റ് എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായി എഴുതാൻ കഴിയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് അങ്ങനെയും കഴിയുന്നുണ്ട്. എല്ലാ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായി 0 എഴുതാൻ കഴിയുന്നുണ്ട്. എനിവേ, രണ്ട് രീതി ചിന്തിച്ചാലും ദിസ് സെറ്റ് ഈസ് നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. സോ ദിസ് സെറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, നൗ പാർട്ട് ബി. പാർട്ട് ബിയിൽ നമ്മൾ പറഞ്ഞത് ഒരു സെറ്റിനകത്ത് ഒരു വെക്ടർ മാത്രമേ ഉള്ളൂ എങ്കിൽ to that set to be linearly independent, that vector should be non-zero. So suppose set S is set V. V is the only element in set S. And we suppose S is linearly independent. S linearly independent ആണെന്ന് കരുതാം. If V equal to 0, നമ്മുടെ വെക്ടർ V 0 വെക്ടർ ആണെങ്കിൽ നമുക്കറിയാം K into V എന്ന് എഴുതി കഴിഞ്ഞാൽ we have K into V equal to 0. ബട്ട് ദിസ് കെ need not be 0. ഈ കെ 0 ആവണമെന്ന് നിർബന്ധമില്ല. വി ഓൾറെഡി 0 ആയതുകൊണ്ട് കെ ഇൻറ്റു വി ഈക്വൾ ടു 0 ആവണമെങ്കിൽ കെയുടെ വാല്യൂ നോൺ 0 ആവാം. വിച്ച് കോൺട്രഡിക്ട്സ് അവർ കണ്ടീഷൻ ഓഫ് ലീനിയർ ഇൻഡിപെൻഡൻസ്. ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ കെ ഇൻറ്റു വി ഈക്വൾ ടു 0 എന്ന് കഴിഞ്ഞാൽ കെ എന്തായാലും 0 ആവണമെന്നാണ്. പക്ഷേ ഇവിടെ കെ 0 ആവണമെന്ന് നിർബന്ധമില്ല. കെ ക്യാൻ ബി എനി നോൺ 0 വാല്യൂ ടു. സോ ദ സെറ്റ് എസ് ഈസ് നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ നമുക്ക് പറയാം സെറ്റ് എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പോൾ നമ്മൾ വി ഈക്വൽ ടു 0 എടുത്തപ്പോൾ കോൺട്രഡിക്ഷൻ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സെറ്റ് എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ വി നോൺ 0 ആവണം. നൗ കോൺവേഴ്സ്ലി അസ്യൂം വി നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. കോൺവേഴ്സ് പാർട്ട് അസ്യൂം ചെയ്യാണ്. സെറ്റ് എസിനകത്ത് വി എന്ന എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. ആ വി നോൺ 0 ആണ്. വി ക്യാൻ അഗെയിൻ റൈറ്റ് ദ ഇക്വേഷൻ കെ വി ഈക്വൽ ടു 0. നമ്മൾ കെ വി ഈക്വൽ ടു 0 നിരക്കാണ്. ഇവിടെ നമുക്ക് വി നോൺ 0 ആയതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് സിൻസ് വി നോട്ട് ഈക്വൽ ടു 0, കെ ഈക്വൽ ടു 0. കെ വി ഈക്വൽ ടു 0 ആണെങ്കിൽ കെ 0 ആവണം. വിച്ച് സാറ്റിസ്ഫൈ അവർ കണ്ടീഷൻ ഫോർ ലീനിയർ ഇൻഡിപെൻഡൻസ്. അതായത് വി നോൺ 0 ആണെങ്കിൽ സെറ്റ് എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സി പാർട്ടിലേക്ക് വന്നാൽ സി പാർട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എസ് ഈക്വൽ ടു യു വി എന്ന രണ്ട് എലമെൻസ് ഉള്ള സെറ്റാണെന്നാണ്. സോ എസ് ഈക്വൽ ടു സെറ്റ് യു വി. ഇഫ് എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. ദെൻ കെ വൺ യു പ്ലസ് കെ ടു വി ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എസ് ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ കെ വൺ ഈക്വൽ ടു 0 ആയിരിക്കും, കെ ടു ഈക്വൽ ടു 0 ആയിരിക്കും. നൗ സപ്പോസ് യു ഈസ് എ സ്കെലർ മൾട്ടിപ്പിൾ ഓഫ് വി. നമ്മൾ എസ്സിലെടുത്ത യു വി എന്ന രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. അതിൽ യു വിയുടെ സ്കെലർ മൾട്ടിപ്പിൾ ആണെന്ന് കരുതാം. അപ്പോൾ നമുക്ക് യുവിനെ എങ്ങനെ എഴുതാം? യു ഈക്വൽ ടു കെ ഇൻറ്റു വി എന്ന് എഴുതാം. So we have u equal to k into v. Then if k equal to 0, kയുടെ വാല്യൂ 0 ആണ് എങ്കിൽ then ഈ k into v എന്നുള്ളതാണ് u എന്നതുകൊണ്ട് we can say that u is also 0. uവും 0 ആണെന്ന് പറയാം. സോ നമ്മൾ ഈ തിയറത്തിൻ്റെ ഫസ്റ്റ് പാർട്ടി പറഞ്ഞിരുന്നു ഒരു ഫൈനൈറ്റ് സെറ്റിനകത്ത് ഒരു എലമെൻറ്റ് 0 ഉണ്ടെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്നു. ഇപ്പോൾ നമുക്കിവിടെ u എന്ന എലമെൻറ്റ് 0 കിട്ടിക്കഴിഞ്ഞാൽ എസ് ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ്. അതിലൊരു എലമെൻറ്റ് 0 ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് എസ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ നമുക്കിവിടെ പറയാം യു ഈക്വൽ ടു കെ വിയിൽ കെയുടെ വാല്യൂ 0 ആണെങ്കിൽ ക്ലിയർലി ഈ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഇനി കെ 0 അല്ല എന്ന് കരുതാം. ഇഫ് കെ നോട്ട് ഈക്വൽ ടു 0, നമ്മളപ്പോൾ യു ഈക്വൽ ടു കെ വി എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൽ കെ 0 അല്ലെങ്കിൽ യു മൈനസ് കെ വി ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഈ കേസ് നോക്കൂ, ഇവിടെ നമുക്ക് ഒരു ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 കിട്ടി. യുവിൻ്റെ കോഎഫിഷ്യൻറ്റ് 1ഉം വിയുടെ കോഎഫിഷ്യൻറ്റ് മൈനസ് കെയുമാണ്. രണ്ടും നോൺ 0 ആണ്. കെ നോട്ട് ഈക്വൽ ടു 0 നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1ഉം മൈനസ് കെയും ബോത്ത് നോൺ 0 ആണ്. അപ്പോൾ നമ്മുടെ ലീനിയർ ഇൻഡിപെൻഡൻസ് കേസിൽ ഇതുപോലെ ലീനിയർ കോമ്പിനേഷൻ 0 ആവണമെങ്കിൽ യുവിൻ്റെയും വിൻ്റെയും കോഎഫിഷ്യൻറ്റ് 0 ആവണമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ രണ്ടും നോൺ 0 ആണ്. സോ അഗെയിൻ എസ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഈ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് ബിക്കോസ് അതിലൊന്നിൻ്റെ സ്കെലർ മൾട്ടിപ്പിൾ ആണ് അതർ.
So for a set to be linearly independent, neither vector should be a scalar multiple of other. Now ഒരു എക്സാമ്പിൾ കൂടി പറയാണ്, കുറച്ച് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഉപയോഗിച്ച് പറയുന്നത് സിമ്പിളാണ്. We consider two functions f1 equal to x and f2 equal to sin x. Since x and sin x are neither multiples of each other, രണ്ടും പരസ്പരം മൾട്ടിപ്പിൾസ് സ്കെലാർ മൾട്ടിപ്പിൾസ് ഒന്നും അല്ല എന്നതുകൊണ്ട് തന്നെ we can say that this f1 and f2 are linearly independent. പക്ഷേ ഞാൻ വേറെ രണ്ട് ഫംഗ്ഷൻസ് g1 g2 എടുക്കുകയാണ്. അതിങ്ങനെയാണ്: g1 equal to sin x and g2 equal to sin x cos x. They are linearly dependent. കാരണം എന്താണ്? g2 sin x cos xനെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 sin x cos x കിട്ടും, which is equal to sin 2x ആണ്. സോ g1 is a scalar multiple of g2. അതുകൊണ്ട് these functions are linearly dependent. ഇനി നമ്മൾ കാണുന്നത് geometrical interpretation of linear independence. R2 പ്ലെയിനിലോ അല്ലെങ്കിൽ R3 പ്ലെയിനിലോ R3 സ്പേസിലോ നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ രണ്ട് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള ഒരു കണ്ടീഷൻ ദേ ഷുഡ് നോട്ട് ബി ഓൺ സെയിം ലൈൻ എന്താണ്? ആ രണ്ട് വെക്ടേഴ്സും അവർ രണ്ടുപേരുടെയും ഇനീഷ്യൽ പോയിൻ്റ് ഒറിജിനിൽ വച്ചാൽ ദേ ഡു നോട്ട് ലൈ ഓൺ സെയിം ലൈൻ വാട്ട് എവർ ബി ദ ഡയറക്ഷൻ. അവരുടെ ഡയറക്ഷൻ പ്രശ്നമല്ല. ഇപ്പോൾ ഫസ്റ്റ് ഫിഗർ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, v1 v2 എന്ന രണ്ട് വെക്ടറിൻ്റെയും ഇനീഷ്യൽ പോയിൻ്റ് ഒറിജിനിലാണ്. അവർ രണ്ടുപേരും സെയിം ഡയറക്ഷനിൽ ഒരേ ലൈനിലാണ്. സോ ദേ ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഫിഗർ ബിയിൽ സെക്കൻഡ് ഫിഗറിൽ v1 v2 ഇനീഷ്യൽ പോയിൻ്റ് ഒറിജിനിലാണ്. ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, പക്ഷേ ദേ ആർ ഓൺ സെയിം ലൈൻ. ഡയറക്ഷൻ വേറെ ആണെങ്കിലും സെയിം ലൈനിൽ തന്നെയാണ്. സോ ദേ ആർ ഓൾസോ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. തേർഡ് ഫിഗറിൽ v1 v2 ഇനീഷ്യൽ പോയിൻ്റ് ഒറിജിനിലാണ്. രണ്ടുപേരും ഡയറക്ഷൻ ഒരേ ലൈനിലല്ല, ഡയറക്ഷൻ സെയിം അല്ല, ദേ ആർ നോട്ട് ഓൺ സെയിം ലൈൻ. സോ ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഒരു R2 അല്ലെങ്കിൽ R3 വെക്ടർ സ്പേസിനകത്ത് രണ്ട് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള ജിയോമെട്രിക്കൽ കണ്ടീഷനാണ് പറഞ്ഞത്. നൗ 3 വെക്ടേഴ്സ് ഇൻ R3 എന്ന സ്പേസിനകത്ത് 3 വെക്ടേഴ്സ് എടുത്താൽ they are linearly independent if and only if they do not lie on same plane when they have their initial points at origin. അപ്പോൾ R3 എന്ന സ്പേസിനകത്ത് നമ്മൾ 3 വെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവർ 3 പേരുടെയും ഇനീഷ്യൽ പോയിൻ്റ് നമ്മൾ ഒറിജിനിൽ വച്ചാൽ അവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ അവർ 3 പേരും ഒരേ പ്ലെയിനിൽ ആവരുത് എന്നാണ് കണ്ടീഷൻ. ഫസ്റ്റ് ഫിഗറിൽ v1 v2 v3 സെയിം പ്ലെയിനിലാണ്. സോ ദേ ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. സെക്കൻഡ് ഫിഗറിൽ v1 v2 v3 സെയിം പ്ലെയിനിലാണ്, കൂടാതെ v2 v3 സെയിം ലൈനിലുമാണ്. ദേ ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. തേർഡ് ഫിഗറിൽ v2 v3 സെയിം പ്ലെയിനിലാണ്, പക്ഷേ v1 ഒരു തേർഡ് വേറെ പ്ലെയിനിലാണ്, സെയിം പ്ലെയിനിലല്ല. അതുകൊണ്ട് ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. Now we move to theorem 4.3.3. Let S equal to v1 v2 etc. vr be a set of vectors in Rn. Rn എന്ന വെക്ടർ സ്പേസിനകത്തെ വെക്ടേഴ്സാണ് v1 v2 etc. vr എന്നുള്ളത്. സോ സെറ്റ് എസ് എടുക്കുകയാണെങ്കിൽ ഇഫ് r is greater than n then S is linearly dependent. ഈ നമ്പർ ഓഫ് വെക്ടേഴ്സ് v1 v2 etc. vr എന്നുള്ളത് Rnൻ്റെ ഓർഡർ n-നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ, അതായത് നമുക്ക് Rn എന്ന സ്പേസ് ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ഒരു സെറ്റിലെ എലമെൻറ്റ്സ് r അത് n-നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ആ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് തിയറാണ്. പക്ഷേ എൻ്റെ പ്രൂഫ് വളരെ ഈസിയാണ്. സപ്പോസ് v1 ഈക്വൽ ടു v11 v12 എക്സെട്ര v1n നമ്മൾ കമ്പോണൻറ്റ് ഫോമിൽ എഴുതി. v1 എന്ന വെക്ടർ v11 v12 എക്സെട്ര v1n ആണ്. n കമ്പോണൻസ് ഫോമിൽ നമുക്ക് എഴുതാം Rn ആയതുകൊണ്ട് തന്നെ. v2 എന്ന വെക്ടർ നമുക്ക് v21 v22 എക്സെട്ര v2n എന്ന് എഴുതാം. vrനെ നമുക്ക് vr1 vr2 എക്സെട്ര vrn എന്ന് എഴുതാം. And we consider the vector equation k1 v1 plus k2 v2 plus etc. kr vr equal to 0. ഈ ഇക്വേഷൻ നമുക്ക് v1 v2 etc. vrനെ നമ്മുടെ കമ്പോണൻറ്റ് ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആയിരിക്കും. അതിങ്ങനെയാണ്: v11 k1 plus v21 k2 plus etc. vr1 kr equal to 0. v12 k1 plus v22 k2 plus etc. vr2 kr equal to 0. and v1n k1 plus v2n kn etc. plus vrn kn equal to 0. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സെറ്റ് ഓഫ് ഹോമോജനസ് ഇക്വേഷൻസ് ആണ്. നമുക്കറിയാം ഇതിൽ r വേരിയബിൾസ് ഉണ്ടാവും, k1 k2 എക്സെട്ര kr എന്ന വേരിയബിൾസ് ഉണ്ടാവും, കൂടാതെ n ഇക്വേഷൻസ് ഉണ്ടാവും. v11 v12 അങ്ങനെ v1n വരെയാണ്. സോ n ഇക്വേഷൻസും r അൺനോൺസാണ് ഉണ്ടാവുക. സോ ഒരു ഹോമോജനസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ n ഇക്വേഷനും r അൺനോണുമാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട് r ഗ്രേറ്റർ ദാൻ n ആണെന്ന്. സോ നമ്പർ ഓഫ് അൺനോൺസ് ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇക്വേഷൻസ്. അപ്പോൾ ഈ സിസ്റ്റത്തിന് ഒരു ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവില്ല. ഇറ്റ് ഹാസ് ഓൺലി നോൺ ട്രിവിയൽ സൊല്യൂഷൻസ്.
അതുകൊണ്ട് തന്നെ നമുക്ക് K1 K2 എക്സെട്ര KR ഈക്വൽ ടു 0 എന്ന് പറയാൻ കഴിയില്ല. സോ ദ സെറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റ്. അപ്പോൾ ആ തിയറത്തിൽ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു Rn എന്ന സ്പേസ് എടുക്കുകയാണെങ്കിൽ Rn എന്ന സ്പേസിനകത്ത് V1 V2 എക്സെട്ര VR എന്ന വെക്ടേഴ്സുള്ള സെറ്റാണ് വിത്ത് R ഗ്രേറ്റർ ദാൻ n. അപ്പോൾ നമ്മുടെ സെറ്റിനകത്തെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈ വെക്ടർ സ്പേസിൻ്റെ ഓർഡറിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ എസ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. താങ്ക് യു.